നമസ്കാരം. റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് യുവേഫ ചാമ്പ്യൻസ് ലീഗിൽ നടക്കുന്ന മത്സരത്തിൽ വമ്പന്മാരായ FC ബാഴ്സലോണ കളിക്കളത്തിലേക്ക് ഇറങ്ങുന്നുണ്ട്. ഇറ്റാലിയൻ കരുത്തരായ നാപ്പോളിയാണ് ബാഴ്സലോണയുടെ എതിരാളികൾ. ഇന്ന് രാത്രി ഇന്ത്യൻ സമയം 1:30 ബാഴ്സലോണയുടെ മൈതാനത്ത് വെച്ചുകൊണ്ടാണ് ഈ മത്സരം നടക്കുക. ആദ്യപാദ പ്രീ ക്വാർട്ടർ പോരാട്ടത്തിൽ ഈ രണ്ട് ടീമുകളും ഓരോ ഗോളുകൾ വീതം നേടിക്കൊണ്ട് സമനിലയിൽ പിരിയുകയായിരുന്നു. അതുകൊണ്ട് തന്നെ ക്വാർട്ടർ ഫൈനലിലേക്ക് പ്രവേശിക്കണമെങ്കിൽ രണ്ട് ടീമുകൾക്കും ഈ മത്സരത്തിൽ വിജയം അനിവാര്യമാണ്. ആദ്യപാദ മത്സരം നാപ്പോളിയുടെ മൈതാനത്തായിരുന്നു. ഇന്ന് FC ബാഴ്സലോണ സ്വന്തം ആരാധകർക്ക് മുന്നിൽ വെച്ചുകൊണ്ടാണ് കളിക്കുക. ഇന്ന് വിജയിക്കാൻ കഴിഞ്ഞാൽ ഒരിടവേളക്ക് ശേഷം വീണ്ടും ക്വാർട്ടർ ഫൈനൽ പ്രവേശനം സ്വന്തമാക്കാൻ FC ബാഴ്സലോണക്ക് സാധിക്കും. അതുകൊണ്ട് തന്നെ ഈ സീസണിലെ ഏറ്റവും വലിയ മത്സരം എന്നാണ് ഇതിനെ ബാഴ്സലോണയുടെ പരിശീലകനായ ചാവി ഇപ്പോൾ വിശേഷിപ്പിച്ചിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ വാക്കുകളെ ESPN റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഇങ്ങനെയാണ്: ഈ സീസണിലെ ഇതുവരെയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട മത്സരം ഇതാണ്. ഞങ്ങൾ ചാമ്പ്യൻസ് ലീഗിന്റെ ക്വാർട്ടർ ഫൈനലിൽ പ്രവേശിച്ചിട്ട് ഇപ്പോൾ കുറച്ചായി. ഇത് വലിയൊരു അവസരമാണ്. ഇവർ കരുത്തരായ എതിരാളികളാണ്. പക്ഷെ ഇവരോട് പോരാടാനുള്ള ഒരു ധൈര്യം ഞങ്ങൾക്കിപ്പോൾ ഉണ്ട്. നാപ്പോളി ഇപ്പോൾ അത്ര മികച്ച നിലയിൽ ഒന്നുമല്ല. പക്ഷെ കഴിഞ്ഞ വർഷത്തെ ഇറ്റാലിയൻ ലീഗ് ചാമ്പ്യന്മാരാണ് അവർ എന്ന കാര്യം നമ്മൾ മറക്കാൻ പാടില്ല. ഏതായാലും ഒരു മാന്ത്രിക രാത്രി തന്നെ പിറക്കും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഇതാണ് FC ബാഴ്സലോണയുടെ പരിശീലകനായ ചാവി ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. 4 വർഷങ്ങൾക്ക് മുന്നെയാണ് FC ബാഴ്സലോണ അവസാനമായി ക്വാർട്ടർ ഫൈനലിൽ എത്തിയിട്ടുള്ളത്. അന്ന് യുവേഫ ചാമ്പ്യൻസ് ലീഗിൽ നടന്ന ക്വാർട്ടർ ഫൈനൽ പോരാട്ടത്തിൽ 2-നെതിരെ 8 ഗോളുകൾക്ക് ബയേൺ മ്യൂണിക്ക് ബാഴ്സലോണയെ പരാജയപ്പെടുത്തുകയായിരുന്നു. നിലവിൽ ബാഴ്സലോണ അത്ര മികച്ച നിലയിൽ ഒന്നുമല്ല. പക്ഷെ ക്വാർട്ടറിൽ പ്രവേശിക്കാൻ കഴിഞ്ഞാൽ അത് തീർച്ചയായും അവർക്ക് ആത്മവിശ്വാസം പകരുന്ന ഒരു കാര്യമായിരിക്കും. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. വീണ്ടും കാണാം.